നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഇന്ന് 2025 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള അല്ലാതെ ജപധ്യാനാദികൾ, ക്ഷേത്രാധികാരം, ക്ഷേത്ര ദർശനം, അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക, പിന്നീട് കഴിയുമെങ്കിൽ എന്തെങ്കിലും വഴിപാട് നടത്തുക. പിന്നെ ദാനധർമാദികൾ വളരെ പ്രധാനമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ കാലത്ത് കലിയുഗം എന്ന് പറയും അന്നദാനത്തിനാണ് ഏറെ പ്രാധാന്യം എന്നുള്ളതാണ് വിശ്വാസം. കഴിയുന്നവർക്ക് അന്നദാനവും ആകാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ജപത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ അനിവാര്യമാണ്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രമോഷൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ആപ്ലിക്കേഷനൊക്കെ അയച്ചുള്ള ഇൻ്റർവ്യൂ, കോൾ ലെറ്റർ വരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് അറ്റൻഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. കുറച്ചൊരു ക്യാഷ് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഉല്ലാസയാത്ര, തീർത്ഥാടനം, ബന്ധു സമാഗമം എന്ന് പറയും, മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ചൊവ്വ സ്തോത്രം ജപിക്കുന്നതുകൊണ്ടും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഈ രാശിയിൽ ഒരു 20% പേർക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്ത് ബാധ്യതകളുള്ളവർക്കാണ് ഈ പ്രയാസങ്ങൾ വരുന്നത്. ബാധ്യതകൾ കുറയ്ക്കുവാനായിട്ട് കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവിനുള്ള സാധ്യത ഈ വാരമുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവ് വരാം. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ദൂരെ യാത്ര വേണ്ട സാഹചര്യങ്ങളോ, തീർത്ഥാടനം, പിക്നിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക പണച്ചെലവിനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന പണം ഒരുപക്ഷെ എടുത്ത് ചിലവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അപ്പോൾ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് ലോൺ റീപേയ്മെൻറ്റിലൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നത് കൊണ്ട് ശയനസുഖക്കുറവെന്ന് പറയുന്നത് ഉറക്കക്കുറവ് തന്നെ വരാം. കുറച്ചൊരു ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ വരാം എന്നുള്ളതാണ്. വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. മഹാലക്ഷ്മി അഷ്ടകം ഭക്തിപൂർവ്വം ജപിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ എന്നുള്ള സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, പുതിയ ബിസിനസ്സിലൊക്കെ പ്രവേശിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ജപം കൊണ്ടുവരാത്ത ഐശ്വര്യങ്ങളില്ല എന്നുള്ള കാര്യം അറിയാം. ദേവീക്ഷേത്ര ദർശനം വെള്ളിയാഴ്ചകളിൽ നടത്തുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് സംസാരം നിയന്ത്രിക്കുക, ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കേണ്ട ഒരു വാരമാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരാളെ കോംപ്ലിമെൻ്റ് ചെയ്താൽ ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗൃഹത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ ഒഴിവാക്കുവാനായിട്ട് സരസ്വതി പ്രീതി അത്യാവശ്യം വരുത്തണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള സ്തോത്രം, ആ ശ്ലോകം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനുള്ള ഒരു ഭാഗ്യം ദേവി നൽകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പല നേട്ടങ്ങളും വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക. പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. കൃഷ്ണപ്രീതി കൂടി വരുത്തിക്കോളും. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും.
ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. കൃഷ്ണസ്തോത്രം കിഴക്ക് ദർശനമായി ദിവസവും ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ദൂരയാത്രയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, യാത്ര കൊണ്ട് പല നേട്ടങ്ങളും വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അവിചാരിതമായിട്ടുള്ള കണ്ടുമുട്ടൽ, ഒരു പക്ഷേ ഒരു നല്ലൊരു സൗഹൃദം, ഒരു പ്രണയം, അതിനൊക്കെയുള്ള സാധ്യതയുള്ള വാരമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വളരെയധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ വാരം നടക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഏറെ കാണുന്നു. അതുകൊണ്ട് തന്നെ പഴയ ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ചില പ്രയാസങ്ങൾക്കുള്ള സാധ്യത, ഒരു ടെൻഷൻ, എങ്ങനെയാണ് ലോൺ റീപേയ്മെൻ്റ് ഒക്കെ നടക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ പണം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രൊമോഷൻ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ഉള്ളൊരു ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യണം. വിദേശ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ജോലിസ്ഥലത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അതായത് പൊതുകാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുക, കൊളീഗ്സുമായിട്ട് സംസാരം ഒന്ന് നിയന്ത്രണത്തോടുകൂടി വേണം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വേണ്ടപ്പെട്ടവരുടെ ആയാലും അന്യരുടേതായാലും അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആവശ്യപ്പെട്ടാലും മൗനം നല്ലതെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അഭിപ്രായം പറയുമ്പോൾ പല പ്രയാസങ്ങളും വരാം. അനാവശ്യമായിട്ടുള്ള ഒരു പക്ഷേ ശത്രുത പോലും വരാനുള്ള സാധ്യത ഏറെയാണ് ഈ വാരം എന്നറിയാം. ആരോഗ്യകാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ശനിയുടെ ഒരു അനുകൂല ഭാവം ഇല്ല എന്നുള്ളതുകൊണ്ട് ആരോഗ്യകാര്യങ്ങൾ, യാത്ര, ഇവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ചെറിയ വീഴ്ച, മുറിവ്, അങ്ങനെയുള്ള സാധ്യതയും ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് മഹാദേവ പ്രീതി അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിപ്പിക്കുക. ശിവാഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ്സിൽ ഒരു ശ്രദ്ധ വേണം. പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുവാൻ പറ്റിയ സമയമല്ല. ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യം അറിയുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിലും ഇപ്പോൾ ഇറങ്ങുവാൻ പറ്റിയൊരു സമയമല്ല. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. വിനോദം കഴിയുന്നതും കുറയ്ക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സരസ്വതി ക്ഷേത്ര ദർശനം, ദേവി ക്ഷേത്ര ദർശനം ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചില കാര്യങ്ങളിൽ ഇങ്ങനെ തടസ്സം വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബിസിനസ്സിൽ ഉദ്ദേശിച്ച സമയത്ത് ബില്ലൊക്കെ ക്യാഷ് ചെയ്ത് വരണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ചെക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിൽ അവിചാരിതമായിട്ടുള്ള ഡിലേ വരാം. എന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റെസ്പോൺസ് വരണം എന്നില്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങളുള്ളതുകൊണ്ട് അല്പം ഒരു ആത്മവിശ്വാസം കുറയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ഒരു വാരമാണ്. അതിനായി ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കുക. ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ തടസ്സങ്ങളൊക്കെ ഈ വാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നീങ്ങുകയും അനുകൂലമായിട്ടുള്ള സിദ്ധി വരികയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിവാഹ കാര്യങ്ങൾക്ക് തിരക്കേടില്ലാത്ത വാരം തന്നെയാണ്. വിവാഹാലോചനകൾ വരും. പ്രത്യേകിച്ച് ചൊവ്വാദോഷം, രാഹുദോഷം, ഇങ്ങനെയുള്ള ദോഷങ്ങളുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ചേരുന്ന രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ബിസിനസ്സിൽ ഈ വാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു ഉയർച്ചയും ലാഭവും ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം 5 പ്രാവശ്യം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും.
തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ അകൽച്ചയോ ഒക്കെ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങളോ തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ, അവർക്ക് കുടുംബമുണ്ടെങ്കിൽ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് കുടുംബമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ട് അധിക പണച്ചെലവ്, ചെറിയ ആരോഗ്യ പ്രശ്നം കുടുംബത്തിൽ ആർക്കെങ്കിലും വരാനുള്ള സാധ്യത, അതുവഴി അധിക പണച്ചെലവ്, മാതൃസ്ഥാനീയർക്ക് അമ്മ വഴിയുള്ള ബന്ധുക്കൾക്ക് അത്ര നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അധികം പണം മുടക്കിയുള്ള ഒരു കാര്യവും ഈ വാരം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിലായാലും പർച്ചേസ് ആയാലും എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. സ്കൂളിലും കോളേജിലും കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് കൊണ്ടും പ്രയാസങ്ങൾ വരുവാൻ ഏറെ സാധ്യതയുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കാരണമൊന്നുമില്ലാണ്ട് തന്നെ മനസ്സ് അല്പം ടെൻഷൻ അനുഭവപ്പെടാവുന്നു. പ്രത്യേകിച്ചൊരു കാരണം വേണമെന്നില്ല. അപ്പോൾ ഈ പ്രയാസങ്ങൾ നീക്കുവാനായി നാരായണീയത്തിലെ ശ്രീകൃഷ്ണ അവതാരം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഒരു പ്രായം കടന്നവർക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നതിൽ അല്പം കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ. അതൊക്കെ നീങ്ങി യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരുന്ന ഒരു വാരമാണ്. ഒരുപക്ഷെ ജാതകമൊക്കെ ചേരാണ്ട് വളരെ കാലമായി കാത്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ദൂരദേശത്ത് വിദ്യാഭ്യാസം, വിദേശത്ത് വിദ്യാഭ്യാസം, ഇതൊക്കെ വരുവാനുള്ള സാധ്യത ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. പുതിയ ജോലിക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ളൊരു പ്ലേസ്മെൻറ്റ്, ജോബ് കണ്ടന്റ് അല്ലെങ്കിൽ ജോബ് റോളൊക്കെ വളരെ നന്നായിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും സാലറി ഇൻക്രീസ് അല്ലെങ്കിൽ അരിയേഴ്സ് ഒക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയും ഒക്കെ ഈ വാരം കാണുന്നു. വസ്തുവിൻ്റെ ക്രയവിക്രയം, ബൈയിങ് ആൻഡ് സെല്ലിങ്, അതിന് സാധ്യതയുള്ളൊരു വാരവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി ശനിപ്രീതി വരുത്തുക. അതുപോലെ സന്തതി സ്ഥാനീയർക്ക് ചെറിയ പ്രയാസങ്ങൾ, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സമോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലും കോളേജിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസും ഒക്കെ വരാം. ആ പ്രയാസങ്ങൾ പൂർണ്ണമായി നീക്കുവാനായി ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പുതിയ ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശത്ത് വിദ്യാഭ്യാസം, ദൂരദേശത്ത് ജോലി, വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒക്കെ വന്നു ചേരും. അതിൻ്റെ ഒരു സൂചനയെങ്കിലും ലഭിക്കും. എന്നാൽ ഇതിനു വേണ്ടി പണം മുടക്കുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. കാറൊക്കെ വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു 2 വീലറൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ ലോണൊക്കെ വന്നു ചേരാനായിട്ട് ചെറിയ കാര്യതടസ്സം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ക്വാർട്ടേഴ്സിൽ നിന്ന് പണം വരുന്നതിൽ അല്പം കാലതാമസം വരാം. ഈ കാലതാമസം ഒഴിവാക്കുവാനായി വ്യാഴപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുമെങ്കിൽ വ്യാഴന് മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നന്നായിരിക്കും. വിവാഹകാര്യങ്ങൾക്ക് മധ്യമമായിട്ടുള്ള ഒരു വാരമാണ്. വിവാഹം ആലോചനകൾ വരുമെങ്കിൽ തന്നെയും പല തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ സൂചനയിലുണ്ട്. പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വാദോഷം, രാഹുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. സ്വയംവര പുഷ്പാഞ്ജലി ഏറെ ഉത്തമം എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. മഹാദേവ സ്തോത്രം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള വാരമാണ്. പണമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. സാലറി ഇൻക്രീസൊക്കെ ലഭിക്കുവാൻ അല്ലെങ്കിൽ അരിയേഴ്സ് വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിൽ ജോലിയിലൊരു ഉയർച്ച, അല്ലെങ്കിൽ ആ ജോബ് കണ്ടൻറ്റ്, ആ റോളിൽ വ്യത്യാസം വരിക, കുറച്ച് അധികാരപ്പെട്ട സ്ഥാനത്തെത്തുക. നല്ല അധികാരപ്പെട്ട സ്ഥാനത്തുള്ളവർക്ക് അധികാരം എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് വേണം. കാരണം പിന്നീട് അതുകൊണ്ട് പ്രയാസങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു വാരമാണ്. വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് കാര്യമായിട്ടുള്ള ശ്രമം വേണ്ട ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച, പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരിക, ഇതിനൊക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ്. ഈ റുമാറ്റിക് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ തുടരാം. ഈ പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ധർമ്മശാസ്ത്ര പ്രീതി വരുത്തുക. ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി, അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ടെൻഷൻ ഏറിയിരിക്കുന്ന വാരമാണ് എന്നുള്ളതാണ്. ടെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജോലി സ്ഥലത്താണെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരാം. ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ, കൂടെയുള്ളവർ അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീഷ്യൽസൊക്കെ നമുക്ക് അത്ര അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്നില്ല ഈ വാരം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരവും പെരുമാറ്റവും ശ്രദ്ധിക്കണം. ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ സമർപ്പണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ പേപ്പേഴ്സും നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഇപ്പോഴുള്ള ചെറിയൊരു നെഗ്ലിജൻസ് പിന്നീട് ചെറിയ പ്രയാസങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. വരുമാനം ഉണ്ടാകുമെങ്കിലും അധിക പണച്ചെലവ് ഉണ്ടാകാം എന്നുള്ളതാണ്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ രാത്രികാല സഞ്ചാരം ഒന്ന് കുറച്ചോളുക. 2 വീലർ റൈഡും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പ്രായമായവർ അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അലർജിക് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ പ്രയാസങ്ങൾ കുറയ്ക്കുവാനായി ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു ജലധാര കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഓം ഹ്രീം നമ ശിവായ എന്നുള്ള മന്ത്രം ദിവസവും 36 പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീങ്ങും. വൈകാരികമായിട്ടുള്ള ടെൻഷൻസൊക്കെ കുറയും. എന്ന് മാത്രമല്ല കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യാത്ര, അലച്ചിൽ, അധിക പണച്ചെലവൊക്കെ വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഡ്രെയിൻഡായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പക്ഷേ അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാവില്ല. കാരണം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അത് വിനിയോഗിക്കുക. ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്. പൊതുവെ വാഹനത്തിന് ചെറിയ റിപ്പയർ വർക്ക് അല്ലെങ്കിൽ മോടി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില താല്പര്യങ്ങൾ, സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് അതിനും ഒരു അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരാം. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ അല്പം പിന്നോക്കം വരാം. ശരീരത്തിനൊരു ക്ഷീണം, ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി, ശ്രദ്ധക്കുറവ്, ഇവയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നതും കുറയ്ക്കുക. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
ഈ പ്രോഗ്രാമിലേക്ക് ധാരാളം ഇമെയിൽസ് ലഭിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഇമെയിൽ അയക്കാം. ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള പേര്, സ്ഥലം, ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയുണ്ടായിരിക്കണം. അതുകൂടാണ്ട് എന്താണോ അറിയേണ്ടത് അതുകൂടെ വ്യക്തമായി ചോദിക്കുക. പൊതുഫലം എന്നാണ് പലരും എഴുതുന്നത്, അത് ശരിയാവില്ല. ചെയ്യേണ്ട കാര്യം വിവാഹകാര്യമാണോ അറിയേണ്ടത്, വിവാഹത്തിന് തടസ്സമുണ്ടോ, ഏത് കോഴ്സാണ് നല്ലത്, ബിസിനസ് അനുയോജ്യമാണ്, ഇങ്ങനെയുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. മറുപടിയും പരിഹാര നിർദ്ദേശവും ഈ പ്രോഗ്രാമിലൂടെ തന്നെ ലഭിക്കും എന്നുള്ളതിന് സംശയമുണ്ട്. തിരഞ്ഞെടുത്ത മെയിൽസിനായിരിക്കും റിപ്ലൈ തരുന്നത്, കാരണം ധാരാളം മെയിൽസ് വരുന്നുണ്ട്. വീണ്ടും മെയിൽ അയയ്ക്കുക. ഇനി ചില മെയിൽസിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ പറയാം. മിസ്സസ് സിബി ജെ കൂത്താട്ടുകുളത്ത് നിന്ന് സിബി ജെ ആണ്. നക്ഷത്രം വിശാഖം, തുലാക്കൂറാണ്. 38 വയസ്സ്. അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലെ ക്ലാർക്കാണ്. 2 വർഷം മുമ്പ് ജോലി പോയി, പിന്നെ ചെറിയ ജോലികൾ ചെയ്തു. അതത്ര ശരിയായില്ല. ഭാവി എങ്ങനെയാണ് എന്നുള്ളതാണ്. തുലാക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം 2025 അവസാനം, അതായത് 2-3 മാസം കൂടി കഴിയുമ്പോൾ അനുകൂലമായിട്ടുള്ള സമയം ആരംഭിക്കും. 2026 ജൂണിന് മുമ്പ് തരക്കേടില്ലാത്തൊരു സ്ഥിതിയിലെത്തും. ഇപ്പോഴത്തെ ബാധ്യതയൊക്കെ കുറയ്ക്കുവാൻ കഴിയും. കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള വരുമാനം വരും. കുടുംബസുഖവും ഇക്കാലം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീമതി ശാന്തി പി നായർ, അമ്പൂരി. മകൾ ജിൻഷി, 22 വയസ്സ്, പൂരാട നക്ഷത്രം, BTech ആണ്. വിവാഹകാലമായി വരുന്നതേ ഉള്ളൂ. ആ മെയിലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് വിവാഹത്തിൽ ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിവാഹകാലമാണ് ഈ വർഷം. 2025 സെപ്റ്റംബർ മുതൽ 2026 ജൂൺ വരെയുള്ള കാലം വിവാഹകാലമാണ്. ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് ശ്രമിക്കാൻ. വരുന്ന ഒരു 11 മാസത്തിനകം തന്നെ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. 7 പാവനില്ല, ലഗ്നാലും ചന്ദ്രാലും ഇല്ല, 7-ഉം 8-ലും പാവനില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. ജാതകം ചേരുന്ന ഒരുവിധമുള്ള പുരുഷ ജാതകങ്ങൾക്കൊക്കെ ചേരുന്ന ജാതകം തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നും തന്നെ വേണ്ട. നല്ല വിവാഹ ജീവിതം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഉയരും. വിവാഹത്തിന് ശേഷം നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ചൊരു ദേഷ്യവും വാശിയും ഒക്കെയുള്ള സ്വഭാവമാണ്. അതൊന്നും നിയന്ത്രിച്ചോളൂ, അപ്പോഴേക്കും പ്രയാസങ്ങൾ നീങ്ങും. ഇപ്പോൾ ജോലി ലഭിക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിരിക്കും. അടുത്ത മെയിൽ ശ്രീ ശരത് പാണ്ഡ്യൻ, വള്ളിയൂരിൽ നിന്നാണ്. ഏജ് 31, ആയില്യം നക്ഷത്രം, MBA ഫ്രം മധുര കാമരാജ് യൂണിവേഴ്സിറ്റി. വിദേശ ഭാഗ്യമുണ്ടോ? ആയില്യം നക്ഷത്രമാണ്. ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഈ 9 മാസം എന്ന് പറയുന്നത്, ഈ മാസം മുതൽ 9 മാസം അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിൽ ഉയർച്ച അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടാനുള്ള ഭാഗ്യം. വിദേശ യോഗമുണ്ട്, പക്ഷെ അല്പം കൂടി വൈകിയായിരിക്കും അത് ലഭിക്കുക എന്നുള്ളതിൽ എന്നാണ് കാണുന്നത് ജാതകത്തിൽ. എന്തായാലും വിദേശ ജോലിയും വിദേശ ധനവും വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ദിവസവും 5 പ്രാവശ്യം ജപിക്കുക. ഈ ജോലി കാര്യത്തിലെ തടസ്സങ്ങളൊക്കെ നിങ്ങൾ മാനേജ്മെൻറ്റ് ഫീൽഡിൽ തന്നെയായിരിക്കും ജോലി. മാർക്കറ്റിംഗ് ആണ് ഇതിനകത്ത് ഏറെ അനുയോജ്യമായി കാണുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ. കാരണം നന്നായി സംസാരിക്കാനും നന്നായി പെരുമാറുവാനും അറിയുന്ന ഒരു ജാതകമാണ് വ്യാഴൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫീൽഡ് വളരെയധികം ഉയരും. സന്തോഷമായിരിക്കും. മിസ് നീന ജിൻസി, പൂരം നക്ഷത്രം, 27 വയസ്സ്, 5 വർഷം ഒരു പ്രണയം ഉണ്ടായിരുന്നു, അതിൽ ബ്രേക്കപ്പ് ആയി. ജോലി നഴ്സാണ്. ഭാവി എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. പൂരം നക്ഷത്രം. ഇപ്പോൾ പ്രണയിക്കാനോ വിവാഹം കഴിക്കുവാനോ പറ്റിയൊരു സമയമല്ല എന്നുള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ല. റോങ് ഡിസിഷൻ മേക്കിംഗ്, തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രണയം അത് കഴിഞ്ഞതാണല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നല്ല ഭാവിയുള്ള ജാതകമാണ്. വിദേശ ജോലി ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൊരു ജാതകമാണ്. ജലരാശിയുടെ സാന്നിധ്യം ഈ 10-2 ഭാവങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നു. 11ാം ഭാവത്തിലും അങ്ങനെ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദേശ ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനിയിൽ വർക്ക്
വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഇവ എന്തായാലും ഉണ്ടാവും. എന്ന് മാത്രമല്ല വളരെ നല്ല സ്ഥിതിയിൽ തന്നെ സാമ്പത്തികമായിട്ട് എത്തുവാനുള്ള കുലമുഖ്യ യോഗം എന്നൊക്കെ പറയും. നമ്മൾ കുലത്തിലെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ആ സ്ഥാനവും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം ജാതകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, പ്രാർത്ഥന വേണം. അതിനായിട്ട് ശനിപ്രീതി വരുത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. ശനി സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിലിൽ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പിന്നെ പേരും സ്ഥലപ്പേരും ഉണ്ടായിരിക്കണം. സെലക്റ്റഡ് മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകും എന്നറിയാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.